സമയത്ത് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പന്തലിൻ മുകളിൽ പച്ചക്കൊടി കെട്ടാൻ വേണ്ടി രംഗത്ത് വന്ന സന്ദർഭത്തിൽ ആ പച്ചക്കൊടി കെട്ടിയപ്പോൾ തകർന്നു പോകേണ്ടതായിരുന്നു. ഇതവിടെ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് പച്ചക്കൊടി കെട്ടാൻ വേണ്ടി വന്നിരുന്ന ആളുകൾക്ക് ഒരു ഖാദർ മൊയ്തീനല്ലാതെ തമിഴ്നാട്ടിൽ അത് തന്നെയും കോണി ചാരി വെക്കാനുള്ള ചുമരില്ലാത്തത് കൊണ്ട് ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട നാളത്തെ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പോയിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റി തിരിച്ചുവിട്ടത് സാങ്കേതികമാണെങ്കിൽ ബാക്കി നിൽക്കുന്ന IUML-ന്റെ ഗതിയും അതല്ലാത്തതായിരിക്കുകയില്ല. നിർഭാഗ്യകരമായ ഒരു സംഘടന ആണത്തത്തോടെ ആദർശത്തിൽ സംവാദം നടത്താൻ കരുത്തില്ലാത്തത് കൊണ്ട് ഈ തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടന. ഞങ്ങൾ ചോദിക്കുന്നു, ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത് തെല്ലെങ്കിലും നേരാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ ഈ രാജ്യത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് ഒരു സംവാദം നടത്താൻ? ഈ പേരാമ്പ്ര യൂണിറ്റിലെ ഒരു സാധാരണ പ്രവർത്തകനാണ് നിങ്ങളുടെ സംസ്ഥാന നേതാവിന് സംവാദം നടത്താൻ സാധിക്കുമോ? ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നു എന്നതുകൊണ്ട് സ്റ്റേജ് തള്ളിപ്പൊളിക്കണമെങ്കിൽ, തകർക്കപ്പെടണമെങ്കിൽ ഇതിനേക്കാൾ പ്രകോപനപരമായ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ KM ഷാജി അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അതിനെ സംയമനത്തോടെ ധീരതയോടെ പ്രഭാഷണം നടത്തി അതിന് പകരം അതിനുള്ള പ്രതികരണം നടത്താനുള്ള ആർജവം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. മുഴുവൻ ആളുകളും ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത്, നിയമപാലകരോട് പറയാനുള്ളത്, ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം തീർച്ചയായും ഏതെങ്കിലും ഭീഷണി കൊണ്ട്, പ്രകോപനം കൊണ്ട് തകർക്കപ്പെടുന്നതല്ല. ഒരാളും യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി കമ്പികൾക്ക് ഈ പരിപാടി എതിർക്കാൻ സാധ്യമല്ല. നിമിഷം പോലും കൊണ്ട് നിർത്തിയെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നമ്മുടെ വിഷയങ്ങൾ